അങ്ങസൈല എന്തുകൊണ്ട് ബാബുന്ന പേര് ചോദിച്ചാൽ ഒന്നുമല്ലേ ചേച്ചി, ഇത്രയാണ് മറുപടി ഉള്ളൂ. എന്നും അങ്ങനെ. അവള് മണി അടിച്ച് കട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ടാ പൂജിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടു. അവളെ അതുപോലെ ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പഴയ വീഡിയോയുടെ ഒരു ബാക്കിയായിട്ടാണ്. നരബലിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു, സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും അതിനുള്ള നന്ദി. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് പോലീസൊന്നും ഇല്ല, പോലീസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ അവർ പിൻവലിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. നമുക്ക് എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കിട്ടുമെന്നുള്ളത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നരബലി നടന്ന വീട്. ഇവിടെയാണ് നമ്മുടെ ഈ കാണുന്ന ഗൈസ് ഭഗവത് സിംഗിൻ്റെ വീട്. ഈ കാണുന്നത് തിരുമൽ കേന്ദ്രം. ഈ കാണുന്നത് ഒരാളുടെ ശവശരീരം കിട്ടിയ സ്ഥലം, വെട്ടി നുറുക്കി അതിക്രൂരമായി കൊന്നത്. വിജനമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. 2.5 ഏക്കറുണ്ട് പുള്ളിയുടെ സ്ഥലമാണിത്. ആളുകളെല്ലാം വരുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാരുടെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല. അറിവ് വെച്ചിട്ട് 10 ലക്ഷം പേരിൽ മുകളിലാണ് ഈ ഒരു സ്ഥലം സന്ദർശിച്ചത്. ഈ ഒരു നരബലി എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു സ്ഥലം സന്ദർശിച്ചത് 10 ലക്ഷം രൂപ. 10 ലക്ഷം 10 ലക്ഷം അല്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ അടുത്തുള്ളവർ പറയുന്നത്. 10 ലക്ഷമൊന്നും അല്ല, അതിൽ മേളിൽ ആൾക്കാരാണ് ഈ ഒരു സ്ഥലം സന്ദർശിച്ചത്. യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് ഇലന്തൂർ. ഇത് എലന്തൂർ എന്ന് പറഞ്ഞാൽ എലന്തൂരല്ല. എലന്തൂരിൽ നിന്ന് പിന്നെ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്തോട്ട്. സ്ഥലത്തിൻ്റെ പേരെന്തായാലും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ അടുത്തൊരു അനാഥാലയുണ്ട്. അടുത്ത സ്ത്രീ ഇവിടെ വന്നായിരുന്നു പിരിവിന്. ഉണ്ണാൻ വിളിച്ച് അവര് ദൈവാധീനത്തിന് ഉണ്ണാൻ കയറിയില്ല. അവർക്കും രക്ഷയുള്ളതായിരുന്നു. 15 കിലോ ഇറച്ചില്ലയോ അടുത്ത. ഞങ്ങൾ ഇറച്ചി കഴിക്കുന്നവരല്ല. അവർക്ക് അവിടെ തീറ്റയും കൂടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ഇതിനകത്താന്ന് തോന്നുന്നു. പാനുവൈദ്യൻ എന്ന് പറഞ്ഞ ആളിന്റെ അനിയനായിട്ട് ഇവിടുത്തെ അച്ഛൻ. ഇവിടെല്ലാം വീടുണ്ടല്ലേ. പൗത്രം സാറൊക്കെ പഠിപ്പിച്ചായിരിക്കുമല്ലോ കൈകൊണ്ട് തൊടാൻ നിൽക്കണ്ട. കൊണ്ട് വന്നപ്പോ ഈ തെങ്ങിൻ ചോട്ടിലെങ്ങാണ്ട് നിന്നപ്പം പറഞ്ഞു സാറേ തലേ തേങ്ങ വീട് മാറി. ആര് പറയുവാ? ഏതാ ഭഗവത് സിംഗോ? ആ, അന്ന് വാർത്തക്കകത്ത് കാണിച്ചില്ല, മാറി തേങ്ങ വീഴും. എന്റെ വീട്ടിലെ പണിക്കാരൻ വന്ന് കുഴി എടുത്തതാ ഇത്. ഞങ്ങൾ എന്റെ വീട്ടിലെ പണിക്കാരനാണ് കുഴി എടുത്തത്. അല്ല, ഇതിനകത്തൊന്നും കിട്ടിയായിരുന്നോ? രണ്ടാമത്തെ അവിടെയാ ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല. എടുത്തു. അത് ആദ്യത്തെ അല്ല, രണ്ടാമത്തേതാ. ഇത് രണ്ടാമത്തേതാ. ഞാൻ എന്റെ പണിക്കാരനെ വിളിച്ചു പറഞ്ഞു നീ ഇന്ന് എന്റെ വീട്ടിലും വരരുത്, ഇങ്ങോട്ടും വരരുത്. പക്ഷെ അങ്ങനെ പോലീസ് പിടിച്ചു. പക്ഷെ അവൻ ഇന്നലെ വരാത്തിയാ. അവന്റെ പടം ടിവിയിൽ ന്യൂസിൽ കാണിച്ചായിരുന്നു. അല്ല, അവരെന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ വീട്ടിൽ പണിക്ക് വിളിക്കുന്നു, അവരറിയുന്നുണ്ടോ ഇതിനകത്ത് എന്താ സംഭവം നടക്കും? പിന്നെ ഞങ്ങളെല്ലാം പോയ താക്കോലും എല്ലാം വീട്ടിലെ ഏൽപ്പിച്ച് അവനെ ഏൽപ്പിച്ച് ഞങ്ങൾ പോയി 2 ദിവസമൊക്കെ താമസിക്കണമെങ്കിൽ വരുന്നത്. അത്രയ്ക്ക് ഞങ്ങളെ ഈ പുള്ളിക്കാരൻ ഇവിടെ എങ്ങനെയുണ്ട്? നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഇതായിരുന്നോ? നല്ല ഇതാ. ഈ കുടുംബം മുഴുവൻ നല്ല. ഇവള് വന്ന ഇങ്ങനെ ആയത്. ഇവളാകത്തെ അവനെയും കൊന്നതാ. ഇവന്റെ ആദ്യത്തെ ഭാര്യയുടെ ഒരു കുട്ടിയുണ്ട്, അതിനെ കൊല്ലാൻ ഇവൾ ശ്രമിച്ചത്. അപ്പൊ അതിനെ ആ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചാൽ ദുബൈയില്ല. കഴിഞ്ഞ വർഷം ദൈവാധീനത്തിന് ഞാൻ കല്യാണം കഴിച്ചു. അങ്ങസൈല എന്തുകൊണ്ട് ബാബുന്ന പേര് ചോദിച്ചാൽ ഒന്നുമല്ലേ ചേച്ചി, ഇത്രയാണ് മറുപടി ഉള്ളൂ. എന്നും അങ്ങനെ. അവള് മണി അടിച്ച് കട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ടാ പൂജിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടു. അവളെ അതുപോലെ ചെയ്യണം.
ഇവിടെ കൊണ്ടുവന്ന അവിടെ പുല്ലാട്ട് വന്നപ്പം പോലീസ് ചോദിച്ചു പഴം വല്ലതും വേണം. പഴം മേടിക്കാൻ എനിക്ക് ഏത്തപ്പഴം മതി. ഏത്തപ്പഴേ കഴിക്കത്തുള്ളൂ. മുന്തിയനൊക്കെ കഴിക്കും, ചെറുതൊന്നുമില്ല. എന്തായാലും കൊള്ളാം. അമ്മയുടെ വീട് എവിടെ? അടുത്ത് തന്നെ. ഞങ്ങളുടെ അവിടെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ വീടാണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്ന ഒരു റോഡിൽ നിന്ന് കയറത്തക്ക പോലെ വീട് വെച്ചേക്കുന്നത്. ഇത് പോലീസുകാരെന്നാ പോയതപ്പം? പോലീസുകാരൊന്ന് 3-4 ദിവസമായി കേട്ടത്തില്ലായിരുന്നു. അറിയുന്ന പോലീസുകാരുണ്ടായിട്ടും വീട്ടിൽ മാത്രം കേട്ടാൻ പറ്റത്തില്ല. അപ്പം ബാക്കിയുള്ളവർ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാം. ഇയാൾക്ക് ഇത്രയും സ്ഥലമൊക്കെ ഉണ്ട്, ഇതെല്ലാം വിറ്റ് ജീവിച്ചാൽ പോരായിരുന്നു. ചുമ്മാ ഈ റൂമാണ് കൊല നടന്ന വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആദ്യം കാണുന്ന റൂമാണ്. ഇത് ഹാളോ കാര്യങ്ങളോ എന്തോ ആണ്. ഇവിടെ ഇരുന്നാവണം 2 സ്ത്രീകളെ കൊലപ്പെടുത്താനുള്ള ചർച്ചകളൊക്കെ അവർ ഭഗവത് സിംഗ്, ഷാഫി, ലൈലയും കൂടെ നടത്തിയത്. എന്തായാലും 2 പേരെ മൃഗീയമായി കൊലപ്പെടുത്തി ഒഴിച്ചിട്ട ഒരു വീടും പരിസരവുമാണ്. എവിടുന്ന് വരുവാ? ഇത് ഏതിനകത്താ കിടക്കുന്നത്? തിരുമല കേന്ദ്രം, ഭഗവത് സിംഗും ലൈലയുടെയും തിരുമല കേന്ദ്രം ഇതാണ്. അതിനകത്ത് കാണിയത് അതോട്ട് കാണില്ല. ഷാഫിയെ ഇരുത്തിക്കൊണ്ടുണ്ടല്ലോ, ഇറച്ചിക്കടയിൽ വെട്ടുന്ന പോലെ കുറേശ്ശെ ഒരു ദിവസം ഇതിപ്പോ ഇരുത്തിക്കൊണ്ട് കുറേശ്ശെ കഴിച്ചിട്ട് അങ്ങനെ ഒരു 101 ദിവസം കൊണ്ട് ഇവന് മുറിച്ച് കൊല്ലാവും. ജനങ്ങൾക്ക് കൊടുക്കണം. ക്രൂരരായിരിക്കുന്ന ഇതുപോലുള്ള സ്വഭാവമുള്ളവർ മണിക്കൂർ വെച്ച് കൊന്നോളൂ. എന്തായാലും വെച്ചോണ്ടിരിക്കുവോ? ജവഹർലാൽ നെഹ്റു എഴുതി ഒരു നാശത്തിന്റെ പാതയിലാണ്. അതിനകത്തൊക്കെ പോകാനായിരിക്കും കാശിന് ആഗ്രഹിച്ചു. ഇല്ലേ, വീടൊക്കെ കണ്ടോ അറിയാമല്ലോ. എല്ലാം തകർന്നൊരിപ്പണോ ഏതാണ്ട് അസ്തമിക്കാനുള്ള പരുവത്തിലായി. അവരുടെ അവസാനത്തെ അടവ് നോക്കിയത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ. അല്ല, ഇതുവർക്ക് വിറ്റിട്ട് എവിടെയെങ്കിലും ബുക്കൂടായിരുന്നു. അല്ല, ഇതെല്ലാം ജീർണിച്ച് അതാ വിറ്റിട്ട് എവിടെയെങ്കിലും ബുക്കൂടാ, സുഖമായിട്ട് ജീവിച്ചുകൂടായിരുന്നു. ഉള്ള കാശിന് എവിടെയെങ്കിലും പോയി ജീവിച്ചുകൂടായിരുന്നു. എല്ലാം കൂടെ സർക്കാരിന് ചുമ്മാ കൊടുത്തേരും. സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് വീതം. അല്ല, ഇനി ഇതിപ്പോ ഇതൊക്കെ വിട്ട് കിട്ടണമെങ്കിൽ വർഷങ്ങളെടുക്കും. കേസ് കഴിയാതൊന്നും അല്ലേ? നിരപരാധികളെ ഇവിടെ താമസിപ്പിക്കുന്നത് ഈ പ്രേതം ഘടക കൂട്ടത്തില്. പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെ എന്തിനാ, നിരപരാധികളെ എന്തിനാ കുരിശ് തറയ്ക്കുന്നത്? പാവപ്പെട്ടവനെ ഒന്നും ഒരു പ്രയാസമൊന്നും ചെയ്യത്തില്ല. അവൻ സത്യസന്ധനായിട്ട് ജീവിക്കുന്നവൻ. അത് ഒരു ദിവസം നമ്മൾ താമസിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വീടില്ല. അത് നമ്മുടെ ആയാലും വീടങ്ങനെ. അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവ വാങ്ങിച്ചോണ്ട് പോവായിരുന്നു. ജാമ്യത്തിന് അപേക്ഷിച്ച് ജനങ്ങളുടെ അരികൽ ഒരു കോടതി ഒന്നുമില്ല. ജനങ്ങൾ കൊല്ലുവാണ് എന്നെ ചെയ്യാന്. ജാമ്യമൊക്കെ അവിടെ ഇരിക്കത്തുള്ളൂ അല്ലേ മോളെ? ഭഗവാൻ ഇവരെ നശിപ്പിക്കും തലമുറ. ഭഗവാൻ അവർക്ക് നല്ല തുണയായിട്ട് നിന്നതുകൊണ്ടാ. അതിപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, അവര് വീടും പൂട്ടി ജീവനും കൊണ്ട് ഓടിയെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടോ? കണ്ടോ അവിടെ വന്ന് ഇല്ല.
ഇവിടെ അല്ല അതാ പോവാ കാണുന്നത്. ആ പുള്ളി നിൽക്കുന്നില്ല, അതാ ഒന്ന് അപ്പുറത്ത് ആ ഭാഗത്ത്. കുഴി കാണണോ? നമ്മളെവിടെ ഗൈസ്, ഇത് കാവാണ്. നരബലി നടന്ന വീട്ടിലെ ഫ്രണ്ടിൽ കാണുന്ന കാവ്. ഈ കാവിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഈ ബിൽഡിങ്ങാണ് തിരുമൽ കേന്ദ്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. മൊത്തം തടിയോ എന്തോ കച്ചറ സാധനങ്ങളൊക്കെ ഇട്ടേക്കുവാണ്. അതിനകത്തൊരു സ്മെല്ലും ഉണ്ട്, വൃത്തിയായിട്ട സ്മെല്ലും ഉണ്ട്. വലിയ റൂമാണ് കേട്ടോ. കട്ടിലൊക്കെ കിടക്കുന്നുണ്ട്, പണ്ട് കാലത്തെ കട്ടിലുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. സിംഗിന്റെ പത്തായം ഇയാൾക്ക് ഈ 10,000 വിറ്റങ്ങ് ജീവിച്ചുകൂടായിരുന്നു. തേങ്ങ ഉണക്കത്തേങ്ങ വിറ്റാലും പന്നിക്ക് ജീവിക്കായിരുന്നു. നമുക്ക് എന്തോരം തേങ്ങ അതിനകത്ത് കിടക്കുന്നു. ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം കാണാനായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്ന്. അതാണ് ഇന്ന് പോയപ്പോൾ കണ്ട കാഴ്ച. ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു അവിടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പിന്നെ വരവ് തുടങ്ങി. കാറിലും ബൈക്കിലുമായിട്ട് പലയിടങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഈ ഒരു സ്ഥലം കാണാനായിട്ട്, ഈ നരബലി നടന്ന വീടും പരിസരവും കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഭഗവത് സിംഗും ലൈലയും കുഴിച്ച് മൂടിയിട്ട് അതിൻ്റെ ചുവട്ടിലൊരു വാഴയും കുഴിച്ച് വെച്ചു 6 മാസം മുമ്പ്. അവിടെ കൊലച്ച കൊലയത്. തിരുമി ഉണ്ടാക്കുന്നത് വണ്ടി വാങ്ങി പിള്ളേരയക്കുന്ന കാശുമെല്ലാം അവൻ വാങ്ങിച്ചോണ്ട് പോവാ. അവൻ ആരാ മോനെ? അവൻ അതോലോ മലയാളിയാ. ജൗളിക്കടയായിരുന്നു. അല്ല ആദ്യം ഇപ്പഴല്ല. ആ കടയിൽ ലേസ്മാൻ്റെ കുഴിയിൽ നിന്നാണ് ഗൈസ് ഒരാളുടെ ശവശരീരം പോലീസ് കണ്ടെടുത്തത്. ഭഗവത് സിംഗും ലൈലയും കൂടെ ഈ ഒരു കുഴിക്കകത്താണ് ഒരാളെ വെട്ടി അതിക്രൂരമായിട്ട് കൊന്ന് കുഴിച്ചു മൂടിയത്. ഇവിടെ കാണിച്ചൊരു വെള്ളം കിട്ടിക്കിടക്കും കേട്ടോ. ഓനമൊക്കെ ആയോ? ലോമൻ ചിലൊക്കെ ഉണ്ടായത് കൂത്താടിയൊക്കെ. അതെ, ഒരാളെ ഇവിടെ ഒരാളെ അവിടെ നിന്ന് അങ്ങോട്ട് തട്ടിയും പോകും. അങ്ങനെ അറിയില്ല, എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തൊക്കെ ഇവിടുത്തെ അന്വേഷണങ്ങളൊക്കെ വന്നപ്പോൾ ആൾക്കാരെ പോലെ ഇഷ്ടംപോലെ പോലീസല്ലേ, അവർക്ക് വെള്ളം കുടിക്കണ്ടേ. പൂജമുറി ഇവിടെ ഇരുമ്പൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വീട്ടുപയോഗത്തിന് വെച്ചിരുന്നതായിരിക്കും. ഒരാകപ്പാടെ നശിച്ച് നാരായണക്കല്ലെടുത്ത് കിടക്കുകയാണ് വീട് ഫുള്ളായിട്ട്. ഇതെന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നാൾ ഗവൺമെൻറ്റിൻ്റെലായിരിക്കും ഇത്. ഇതെന്തായാലും തീരുമാനമാവും. അവർക്കത് തന്നെ വേണം. വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്, വൈഫൈ ഒക്കെ കണക്ട്. പാസ്വേഡ് ചോദിച്ചു നോക്കണം. ഹൈടെക് ഭഗവത് സിംഗും ലൈലയും ഷാഫിയും കൂടെ വീട്ടിലെന്തെങ്കിലും വൈഫൈ റൗട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈടെക്കായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്തായാലും എല്ലാം പവറെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുക തോന്നുന്നു. എന്തായാലും കൊള്ളാം. വളരെ മൃഗീയമായിട്ടുള്ള 2 കൊലപാതകങ്ങൾ ചെയ്ത് വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ നടന്ന 3 പേരെ എന്തായാലും പോലീസ് കൈയോടെ പിടിച്ചു. നാട്ടുകാർക്കൊക്കെ ഭഗവത് സിംഗിനെ പറ്റി നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആളിങ്ങനെ ചെയ്യുമെന്നുള്ളതൊന്നും അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല.
വെയിലടിച്ചിട്ട്. ഈ കാണുന്ന ഭഗത് സിംഗിന് തിരുമകേന്ദ്രമാണ്. ഇവിടെ ധാരാളം ആൾക്കാർക്ക് കാലിനും കൈക്കിനും വേദന വരുമ്പോൾ തിരുമ്മി എഴുത്തും കാര്യങ്ങളും നാട്ടുകാർക്കും പുറത്തെ ആൾക്കാരൊക്കെ വന്ന് ചെയ്യാറുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഈ ഭഗവത് സിംഗിനെ പറ്റിയോ ലൈലയെ പറ്റിയോ ഇങ്ങനെയുള്ള ഒരു യാതൊരു വിധത്തിലുള്ള സംശയങ്ങളോ ആർക്കും ഇല്ലായിരുന്നു. പൂജാമുറിയാണെന്ന് തോന്നുന്നു. പൂജാമുറിയാണ്. ഭഗവാന്റെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ലൈലയും ഭഗവത്സും കൂടെ ചേർന്നിട്ട്. എന്നാലും രണ്ടുപേരെ മൃഗീയമായി കൊന്നത് ഈ വീട്ടിൽ വെച്ചാണല്ലോ, ഈ ഭഗവാന്റെയൊക്കെ മുമ്പിൽ വെച്ചാണെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു. അവരുടെ പൂജയും കാര്യങ്ങളും, നെയ്യും വിളക്കും വിളക്കെണ്ണയും, ഡെയിലി പ്രാർത്ഥനയൊക്കെയുള്ള ടീമാണെന്ന് തോന്നുന്നു. ഇതാണ് ഒരു പഴയ വീടാണ്, പച്ചുംപുറമൊക്കെയുള്ള പഴയ വീടാണ്. എല്ലാം പഴയ രീതിയിലുള്ള ഭയങ്കര സ്മെല്ലാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല് ഈ റൂമിൽ നിന്ന് വരുന്നുണ്ട്. വൃത്തിയാക്കാതെ ഇട്ടേക്കുന്നതിൻ്റെ ആയിരിക്കും. ഇപ്പോൾ നരബലി നടത്തിയ 2 പേരെ മൃഗീയമായിട്ട് കൊന്നിട്ടുള്ള റൂമാണിത്. ഈ കാണുന്ന റൂമാണ്. ഇവിടെ അലമാരി വെച്ച് മറിച്ചേക്കുവാണ്. റൂം മറച്ചേക്ക് പാടി. ഇത് ഇതാന്ന് തോന്നുന്നു. ഇത് വീടിൻ്റെ ഉൾവശമാണ്, ഒരു സൈഡാണ്. ഇതെല്ലാം വലിച്ചുവാരി ഇട്ടേക്കുവാ. പോലീസ് ചിലപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വലിച്ചുവാരിയതായിരിക്കാം, അറിയില്ല. എന്തായാലും മൊത്തം വലിച്ചുവാരി ഇട്ടേക്കുവാണ്. യാതൊരു തരത്തിലുള്ള വൃത്തിയില്ലാത്തൊരു വീടാണ്. ഇവരെങ്ങനെ ഇതിനകത്ത് കഴിഞ്ഞു എന്നുള്ളതിന് ഇപ്പോഴും സംശയമാണ്. ഒരു വൃത്തിയോ വെടുപ്പോ ഇല്ല. പോലീസ് വരുന്നതിന് മുമ്പും യാതൊരു വിധത്തിലുള്ള വൃത്തിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേട്ടോ, നാളെ എന്തായാലും ഇവിടെ നിന്ന് പോയാൽ തന്നെ ഇവർ ഫിംഗർ പ്രിൻ്റൊക്കെ നോക്കും. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മളുടെ നരബലി നടന്ന വീടിൻ്റെ ഉൾവശമാണ്. ഇത് ഹാള്. ഇവിടെ വെച്ചിട്ടാണ് 2 സ്ത്രീകളെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. ഈ വീട്ടിൽ വെച്ചല്ലേ. ഇവിടെ നിന്നാണ് ഒരാളുടെ ശവശരീരങ്ങൾ കിട്ടിയത്. അപ്പോൾ അത് വെള്ളമൊക്കെ കയറി കിടക്കുക.
ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ടല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് ഭഗവത് സിംഗിൻ്റെ കൊലപാതകം നടത്തിയ ഭഗവത് സിംഗിൻ്റെ തിരുമൽ കേന്ദ്രമായിരുന്നത് ഈ കാണുന്നത്. ഇവിടാണ് ഒരു മൃതശരീരം, ഇത്രയും അടുത്താണ് ഒരു മൃതശരീരം കുഴിച്ചിട്ടത്. ഇത് ആദ്യത്തെ ആളുടെ രണ്ടാമത്തെ ആളുടെയോ? ഇത് രണ്ടാമത്തെ ആളുടെ കുഴി അല്ലേ? രണ്ടാമത്തെ ആളെ കുഴിച്ചിട്ട് ഇവിടാണ്. ഞാനും കിടന്നു പോയി. എന്തായാലും നരബലിയെ സംബന്ധിച്ചുള്ള വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ച് പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.